അസ്സലാമു അലൈക്കും. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ചിന്തയിലേക്ക് ഒരു കാര്യം വരുന്നു. നമ്മുടെ ഖളാഹായ നിസ്കാരങ്ങൾ കുറേ ഉണ്ടല്ലോ, അത് എത്ര എണ്ണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഖളാഹ് വീട്ടണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 5 വക്ത് നിസ്കാരം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിലനിർത്തണം. കുറേ ഖളാഹായിപ്പോയി, അത് പിന്നീട് നമ്മൾ വീട്ടേണ്ടതുമുണ്ട്. നമുക്ക് പിന്നീട് അത് വീട്ടണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിസ്കാരം നിലനിർത്താതെ ഒരാൾ നിസ്കാരത്തെ ഖളാഹയാക്കി ദിക്റോ സലാത്തോ ചൊല്ലിയാൽ അതിന് യാതൊരു പ്രതിഫലവും കിട്ടൂല. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമസ്കാരത്തിനാണ്. ആദ്യം നമുക്ക് നിസ്കാരങ്ങൾ ഇന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ അത് നമ്മൾ 20 അസർ, 20 ളുഹർ ആവട്ടെ, 20 മഗ്‌രിബ് ആവട്ടെ, 20 ഇശാഹ് ആവട്ടെ, ഓരോന്നും നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടേണ്ടതാണ്. അങ്ങനെ വീട്ടുമ്പോൾ ളുഹർ എന്ന ഫർളിനെ ഞാൻ ഖളാഹ് വീട്ടുന്നു എന്ന് നിയ്യത്ത് കരുതുക. നമസ്കരിക്കാം. അങ്ങനെ ഓരോന്ന് നമസ്കരിക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ സമയവും നമുക്ക് നിസ്കാരത്തെ ഖളാഹ് വീട്ടിയെടുക്കാം. ഇത് ഒരു ബുക്കിൽ എഴുതി വെച്ച് ഓർഡറാക്കി നമുക്ക് ഖളാഹിനെ വീട്ടിത്തുടങ്ങാം. ഇനി സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുറച്ച് ഖളാഹ് വീട്ടാം. ആ വീട്ടിയത് നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ തന്നെ ളുഹർ നിസ്കാരത്തിന് ശേഷവും നമുക്ക് സമയമുണ്ടെങ്കിൽ ഖളാഹ് വീട്ടാം. അങ്ങനെ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ഖളാഹായി പോയത് പെട്ടെന്ന് തന്നെ വീട്ടേണ്ടതാണ്. അങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിജയത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ നിസ്കാരങ്ങൾ ഖളാഹ് വീട്ടുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു തരികയും സമാധാനവും സന്തോഷവും തരികയും ചെയ്യും. ഇനി ഞാൻ എൻ്റെ നിസ്കാരങ്ങൾ ഒരിക്കലും ഖളാഹ് ആക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും വേണം. അഥവാ ഇനി ഖളാഹ് ആയിപ്പോയാൽ അത് പെട്ടെന്ന് തന്നെ വീട്ടുകയും വേണം. നന്നാവാൻ ഒരാൾ ആഗ്രഹിച്ചു. ഇനി അല്ലാഹുവിനെ വഴിപ്പെടണം എന്ന് അയാൾക്ക് തോന്നിയാൽ അത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി മനസ്സിലാക്കാം. ആ സമയത്ത് കൃത്യമായി ഇബാദത്ത് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.